നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി നടന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തെ നിയമസഭ പ്രശംസിച്ചു. അതേസമയം പ്രധാനമന്ത്രി നേരിട്ടെത്തിയിട്ടും ഇതുവരെ സഹായം ലഭിക്കാത്തതിലുള്ള ആശങ്കയും സഭയിൽ അംഗങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. എസ് ഷീജ വിവരങ്ങൾ നൽകും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്പീക്കർ ആദ്യം തന്നെ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ചരമോപചാരം അർപ്പിക്കുകയായിരുന്നു. ഇന്ന് സഭാ സമ്മേളനത്തിന്റെ ഒരു അജണ്ട മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇവർക്ക് മരണപ്പെട്ടവർക്ക് ചരമോപചാരം അർപ്പിക്കുക എന്നുള്ള കാര്യം. ഏതായാലും ആദ്യം തന്നെ സ്പീക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തം, അതായത് കൂടുതൽ പേരുടെയും ജീവൻ നഷ്ടമായ ഒരു ദുരന്തം തന്നെയാണ് വയനാട് ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ പക്ഷേ പരിപൂർണമായി തകർന്ന വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി വലിയൊരു ദുരിതാശ്വാസ പ്രവർത്തനം, ഒറ്റക്കെട്ടായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം തന്നെയാണ് നടന്നത്. അതിനെ പ്രത്യേകമായി പ്രശംസിക്കുന്നതായി തന്നെയാണ് സ്പീക്കർ പറഞ്ഞത്. ദുരന്തത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെ മലയാളികൾ നോക്കിക്കാണുന്നത്. അടിക്കടി ഉണ്ടാവുന്ന ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ സിസ്മിക് സെൻറ്റർ, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെൻ്ററുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുന്നത് നന്നാവും. നിലവിൽ വയനാട് ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയല്ല, മറിച്ച് അവിടെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അവിടെ അതിജീവിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹായവും എത്തിക്കുക, അതാണ് സർക്കാർ ചെയ്തത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു. അടിയന്തര സഹായം എത്തിക്കുന്നതിനൊപ്പം തന്നെ സർക്കാരിന് മുന്നിലുള്ള പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പരിപൂർണമായും, അതായത് അതിജീവിച്ചവരെ അവരുടെ ഒരു അതിജീവിച്ചവർക്ക് പരിപൂർണമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുക, അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നതുകൂടിയാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. കാലാവസ്ഥാ പ്രവചനം ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ റഡാറുകൾ ഉൾപ്പെടെ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ കേരളത്തിന് ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ച് നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. വയനാട് നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ, അതായത് ഒറ്റക്കെട്ടായി നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അത് ഏറ്റവും മികച്ചതായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് പറഞ്ഞത്. അതിനൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ നിലപാടിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും കേന്ദ്രം ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും, ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. ഏതായാലും നിയമസഭയിൽ ഇന്നിപ്പോൾ കാണാൻ സാധിച്ച ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ ദുരന്തത്തിൽ, അതായത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ട് പോലും ഇവിടെ കേന്ദ്രം സഹായം നൽകാത്തത് വലിയ പ്രതിഷേധം, അതിലുള്ളൊരു പ്രതിഷേധം തന്നെയായിരുന്നു കേരള നിയമസഭയിൽ ഉയർന്നു വന്നത് എന്നുള്ളതിൽ സംശയമില്ല. അത് തന്നെയാണ് വിവിധ കക്ഷി നേതാക്കൾ സംസാരിച്ച എല്ലാ കക്ഷി നേതാക്കളും സഭയിൽ ഉയർത്തിക്കാട്ടിയതും. ഇനിയും ഈ ഒരു സഹായം, സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ഇടപെടൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്നും തുടരണം എന്നുള്ളതിനൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രത്യേകിച്ചും പുനരധിവാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് കേരള നിയമസഭയിൽ ഇന്നത്തെ ഈ ഒരു ചരമോപചാരത്തിന്റെ ഭാഗമായി കക്ഷി നേതാക്കൾ സംസാരിച്ചപ്പോൾ ഉയർന്നു വന്ന ഒരു പൊതുവികാരം. എസ് ഷീജ വിവരങ്ങൾ നൽകിയത്.